നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് സർവീസിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 10ാം ക്ലാസ് യോഗ്യത മുതൽ ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റിയ അടിപൊളി പോസ്റ്റാണ്. എപ്പോഴും പല ആളുകളും വന്ന് ചോദിക്കാറുണ്ട് എയർപോർട്ടിലേക്ക് ഒഴിവുണ്ടോ എന്നുള്ളത്. നമ്മൾ ഗ്രൂപ്പിലായാലും കമൻറ്റിലായാലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറയാറുണ്ട് ഏജൻസി ബേസിലുള്ള എയർപോർട്ട് ജോബുകൾ നമ്മൾ ഷെയർ ചെയ്യാറില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമനം വരുന്ന പോസ്റ്റുകൾ മാത്രം, അല്ലെങ്കിൽ ആ അതോറിറ്റി നൽകുന്ന ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ടിൽ. ഇന്ന് അതിൻ്റെ ഒരു സുവർണാവസരമാണ് വന്നിട്ടുള്ളത്. നമുക്ക് വിശദവിവരങ്ങളിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെ ഉള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നോക്കാം. നമ്മളിതിൻ്റെ എല്ലാ വിശദവിവരങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 206 ഒഴിവുകൾ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ കൊച്ചിൻ എയർപോർട്ടിലേക്കാണ് ഈ നിയമനം നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്തൊക്കെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ റാം സർവീസ് എക്സിക്യൂട്ടീവ്, യൂട്ടിലിറ്റി ഏജൻറ്റ്, റാം ഡ്രൈവർ എന്നുള്ളത്, പിന്നെ ഹാൻഡിമാൻ, ഹാൻഡി വുമൺ എന്നീ പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിലേക്ക് നിയമനം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം 201, 209 പോസ്റ്റ്, 210 ഒഴിവുകളാണ് നിലവിലുള്ളത്. അതായത് ഇതിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് നടക്കുന്നത്. വെന്യൂ എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലിയിലാണ് വെന്യൂ നടക്കുന്നത്. ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വേങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ, വേങ്ങൂർ, അങ്കമാലി, എറണാകുളം, കേരള ഇത്രയുണ്ട്. ഇങ്ങനെ ഈ സ്ഥലത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ റാമ്പ് സർവീസ് ഡ്രൈവർക്ക് 5/10/2024 9 മണി മുതൽ 12 മണി വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അതുപോലെ അത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർക്കും ഇത് തന്നെയാണ്, ഈ ഒരു ദിവസം തന്നെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഒഴിവ് വരുന്നത് ഇതിൽ ഹാൻഡിമാൻ ആൻഡ് ഹ്യൂമനാണ്. 201 ഒഴിവുകളുണ്ട്. 7/10/2024 9 മണി മുതൽ 12 മണി വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവിന് എന്താണ് വേക്കൻസി? 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്രൊഡക്ഷൻ, ഇലക്ട്രോണിക്, ഓട്ടോമൊബൈൽ ആൻഡ് റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അല്ലെങ്കിൽ ITI ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST OBCക്കൊക്കെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ലഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കൂടി ഈ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പറയുന്നത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ എന്നുള്ള പോസ്റ്റാണ്. അതിന് SSC ആണ്, അല്ലെങ്കിൽ 10th സെക്കൻഡറി സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. 21,000 രൂപ സാലറി ഒക്കെ ഉണ്ട്. 28 വയസ്സ് വരെയുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ SC ST OBCക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ഉണ്ടായിരിക്കും. മസ്റ്റ് ക്യാരി ഒറിജിനൽ വാലിഡ് HMV ഡ്രൈവ് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്ത് പിന്നെ ജോബിൻ്റെ നേച്ചറൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ഇതിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത് ഹാൻഡിമാൻ, ഹാൻഡി വുമൺ 201 ഒഴിവുകളുണ്ട്. ശ്രദ്ധിക്കേണ്ടത് 10ാം ക്ലാസ് പാസ്സായ മസ്റ്റ് ഏബിൾ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വായിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നോളജ് ലോക്കൽ ഹിന്ദി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡിസയറബിൾ ആണ്. സാലറിയിലേക്ക് വരികയാണെങ്കിൽ 18,840 രൂപയാണ് സാലറി വരുന്നത്. 28 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. SC ST OBCക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ഉണ്ടായിരിക്കും. അതിൻ്റെ നേച്ചർ ഓഫ് ജോബ് ഫംഗ്ഷൻ ഹാൻഡി വുമൺ ഒക്കെ പറയുന്നത് എയർപോർട്ട് മെയിൻലി ബാഗേജ് കാർഗോ ഈ ഡിവിഷനിലായിരിക്കും ജോബ് ഉണ്ടായിരിക്കുക. പിന്നെ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂ വഴിയാണ് ഉണ്ടാകുക. ഇനി ഇതിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നോക്കാം. അപ്ലൈ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഫോർമാറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കോപ്പികളുകൊണ്ടാണ് നിങ്ങൾ അവിടെ എത്തേണ്ടത്. അപ്പോൾ അതിൽ പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ വെച്ചാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ട കണ്ടത് നിങ്ങൾ ഈ കണ്ട നെയിം ഓഫ് യൂണിവേഴ്സിറ്റി, അത് അങ്ങനെ ITI എവിടുന്നാണെന്നുള്ള ഏത് ഡ്യൂറേഷനാണ്, പെർസെൻറ്റേജ് മാർക്ക് ഇതെല്ലാം കൊടുക്കുക. പിന്നെ ലാംഗ്വേജ് അറിയുന്നത് ഇത് ഇവിടെ ടിക്ക് ചെയ്യണം, ഇങ്ങനെയാണെന്നുള്ളത്. പിന്നെ നെയിം ഓഫ് ഓർഗനൈസേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ വരുന്നത് ഒരു DD നമ്മൾ അടക്കേണ്ടത്, സബ്മിറ്റ് ടു ടൈം സെലക്ഷൻ പ്രോസസ്സ് ഫേവർ എയർപോർട്ട്, അത് DD അടക്കേണ്ടത്. അപ്പോൾ നമ്മൾ DD അടച്ചാൽ ഇവിടെ നോക്കുക 500 രൂപയാണ് നമുക്ക് ഇതിനൊരു ഫീസ് വരുന്നത്. അപ്പോൾ DDയും കാര്യങ്ങളും അടക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ് അറ്റാച്ച്ഡ് വിത്ത് ആപ്ലിക്കേഷൻ, നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോർ ഫീ വെറവർ അപ്ലിക്കബിൾ ഫീസ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകൾ അതടക്കുക. പിന്നെ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്, 10th മെട്രിക്കുലേഷൻ്റെ ഫസ്റ്റ് ഇയർ, അതായത് ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ, സെക്കൻഡ് ഇയർ ഗ്രാജുവേഷൻ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും വെക്കേണ്ടതുണ്ട്. പിന്നെ SC ST OBC വയസ്സളവ് ലഭിക്കാൻ അതിൻ്റെ കോപ്പി വെക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ
ഡേറ്റ് വരെയുള്ള അത് ചെയ്യണം. നാഷണാലിറ്റി, പാൻ കാർഡിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ ആധാർ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിലൂടെ കൊടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അറിയാലോ, ഈ ഒരു ഫോം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഈ ഒരു അപേക്ഷ ഫോം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതല്ല നമ്മൾ നിലവിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ആൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, ചോദിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.